പൂരി ഉണ്ടാക്കുമ്പോൾ പലർക്കുമുള്ള പരാതിയാണ് നന്നായി പൊങ്ങി വരുന്നില്ല എന്നുള്ളതും എണ്ണ കുടിക്കുന്നു എന്നുള്ളതും. എണ്ണയൊന്നും കുടിക്കാത്തതും ഇതുപോലെ നന്നായി പൊങ്ങി വരുന്നതുമായ സോഫ്റ്റ് പൂരിയും അതുപോലെ ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റിയായുള്ള ഉരുളൻകിഴങ്ങ് പൊടിമാസുമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ നമുക്ക് ഇതുപോലെ ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് സോഫ്റ്റായ പൂരിയും പൊടിമാസും തയ്യാറാക്കാം. പൂരിക്ക് ആവശ്യമായ മാവിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു ബൗളിൽ ഗോതമ്പ് മാവ്, അര ബൗള് മൈദാപ്പൊടി, ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ, ഒരു സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ചെറിയ ചൂടുവെള്ളം ഉപ്പും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ട് ചൂടാക്കിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഈ മാവ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത്, വെള്ളം കൂടിപ്പോകരുത്, ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായും. ഇനി നമുക്കിത് കൈവച്ച് നല്ലതുപോലെ ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. പൂരിക്കായാലും ചപ്പാത്തിക്കായാലും നമ്മൾ മാവ് എത്രത്തോളം സോഫ്റ്റായിട്ട് ഇതുപോലെ കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റായിരിക്കും പൂരി. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആകുമ്പോഴാണ് പൂരി നല്ല പൊങ്ങി വരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ കൈവച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അല്പം എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മയപ്പെടുത്തി സോഫ്റ്റാക്കി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഈ മാവ്. എന്നിട്ട് ഈ മാവ് നമുക്ക് ഇനി അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. കുറഞ്ഞതൊരു 10-15 മിനിറ്റെങ്കിലും വെക്കണം. ഇതുപോലെ മാവ് തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് പൂരിക്ക് ആവശ്യമായ കറി ഉണ്ടാക്കാം. അപ്പോൾ കറി തയ്യാറാക്കുന്ന സമയം കൂടി നല്ല സോഫ്റ്റായിട്ട് ഈ മാവ് തയ്യാറായിരിക്കും. ഉരുളൻകിഴങ്ങ് പൊടിമാസ് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ഉരുളൻകിഴങ്ങ് കുക്കറിലൊന്ന് വേവിച്ചിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ ഉരുളൻകിഴങ്ങ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ പെട്ടെന്ന് നമുക്കിതിനൊന്ന് ഉരുളൻകിഴങ്ങിനെ പൊടിച്ചെടുക്കാം. ഇത് വെന്ത ഉരുളൻകിഴങ്ങായതുകൊണ്ട് പെട്ടെന്ന് ഇതുപോലെ പൊടിഞ്ഞു വരും. എന്നിട്ട് നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിയണം. ചെറുതായിട്ട് അരിഞ്ഞ സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ആ പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ സവാള പെട്ടെന്ന് വഴന്നു വരും. ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വരുന്നതിന് വേണ്ടി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കണം. തക്കാളിയെല്ലാം നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് വരണം. അതിന് വേണ്ടി ഒന്ന് അല്പനേരം അടച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് വേവിക്കാം. ഇതെല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഇളക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് സവാള വരട്ടിയപ്പോൾ, അതുകൊണ്ട് അല്പം ഉപ്പ് കൂടി ചേർത്താൽ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, പെരിഞ്ജീരകപ്പൊടി, ഉപ്പ്, ഇത് 3 മാത്രമേ പൊടിയായിട്ട് ചേർക്കുന്നുള്ളൂ. ഇത് 3 ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. ഇത് വളരെ ടേസ്റ്റിയായൊരു കറിയാണ് ഉരുളൻകിഴങ്ങ് പൊടിമാസ്. നമുക്ക് പൂരിയോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ഒക്കെ കഴിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. അതുപോലെ എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം.
ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില കൂടി, മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ മല്ലിയില ഇടണ്ട. ആ മല്ലിയില കൂടി ഇട്ട് ഇതുപോലെ ഇതൊന്നങ്ങ് ഓഫാക്കാം. അങ്ങനെ നമുക്ക് ഉരുളൻകിഴങ്ങ് പൊടിമാസ് തയ്യാറായി. ഇനി നമുക്ക് പൂരി തയ്യാറാക്കാം. പൂരിക്ക് ആവശ്യമായ മാവ് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ വെച്ച് ഉരുട്ടി ചെറിയ ചെറിയ ബോൾ പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്നീ ചപ്പാത്തി പലകയിൽ വെച്ചോ അല്ലെങ്കിൽ ചപ്പാത്തി പ്രസ്സിൽ വെച്ചോ നമുക്കിത് പരത്തിയെടുക്കാം. ഈ പൂരി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും, നല്ല പൊങ്ങിയും വരും. കാരണം നമ്മൾ ഗോതമ്പ് മാവിനോടൊപ്പം അല്പം മൈദാപ്പൊടിയും അല്പം അതുപോലെ സോഡാപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ പൂരി എപ്പോഴും നല്ല പൊങ്ങി വരും. ഇതാ പൂരിയെല്ലാം നമ്മൾ പരത്തി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. പൂരി ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ, നല്ലതുപോലെ തിളയ്ക്കണം, അതിന് ശേഷം മാത്രമേ ഇതുപോലെ പൂരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എണ്ണയൊന്നും കുടിക്കില്ല, ഇതുപോലെ പെട്ടെന്ന് പൊങ്ങി വരും. അതുപോലെ തീയും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. തീ ഒന്ന് കൂട്ടി വെക്കണം, അല്ലാതെ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചാലാണ് എണ്ണ ചൂടാകാതെയും ലോ ഫ്ലെയിമിലൊക്കെ ഇരിക്കുമ്പോഴാണ് പൂരി എണ്ണ കുടിക്കുന്നത്. ഇതുപോലെ തീ നല്ലതുപോലെ കൂട്ടിയും വെച്ച് കൊടുക്കണം. അതുപോലെ എണ്ണ നല്ല തിളച്ചതിന് ശേഷം മാത്രം ഇതുപോലെ പൂരി ഒന്നൊന്നാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ അത് നല്ല പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ എന്തായാലും അത് സോഫ്റ്റ് പൂരി ആയിരിക്കും. ഇതുപോലെ നമുക്ക് സോഫ്റ്റ് പൂരി എളുപ്പത്തിൽ തയ്യാറാക്കാം. കൂട്ടുകാർ ഇതുപോലെ എന്തായാലും പൂരിയും ഉരുളൻകിഴങ്ങ് പൊടിമാസും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.